ദേവീ ശരണം അമ്മേ, മധുര ജീവിതത്തേനിൽ മുക്കി ഒരു കനകമുദ്ര കൊണ്ടാദ്യത്തെ അക്ഷരം വരയുകീ കുഞ്ഞുനാവിലാനന്ദമായി. സ്വരസുധേ ദേവിയമ്മേ സരസ്വതീ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. മഹാസരസ്വത്यै നമഃ. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായം ദേവീ പൂജ വിധികളെയാണ് ഇവിടെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഹ്യമായിട്ട് ചെയ്യുന്ന പൂജയും ആന്തരികമായിട്ട് ചെയ്യുന്ന പൂജയും, അതിൽ ബാഹ്യമായിട്ട് ചെയ്യുന്ന പൂജ വൈദിക താന്ത്രിക കർമ്മങ്ങൾ അതെപ്രകാരമുള്ളതാണ്, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെയെല്ലാം അവിടെ ദീർഘമായിട്ട് പറഞ്ഞു. അങ്ങനെ ആരാണോ ആ വൈദിക താന്ത്രിക മാർഗങ്ങളിലൂടെ എന്നെ സദാ സ്മരിച്ചുകൊണ്ട് വിധിപ്രകാരം പൂജ ചെയ്യുന്നത്, ഞാൻ അവരെ സദാ എല്ലാവിധമായിട്ടുള്ള ഭുക്തിയും മുക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. കർമ്മത്തോടുകൂടിയ ധ്യാനമോ ഭക്തിയോടുകൂടിയ ജ്ഞാനമോ കൊണ്ട് മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയുള്ളൂ. കേവലം കർമ്മങ്ങൾ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. ഭക്തി ഉണ്ടാകണം, ഭക്തി കൊണ്ട് പരമമായ ജ്ഞാനവും ഉണ്ടാകണം. അപ്പോൾ ഭക്തി, ജ്ഞാന, വിരാഗം, ഇതാണ് ആത്മസാക്ഷാത്കാരത്തിന് മുക്തിക്കുള്ള മാർഗം എന്ന് പറയുകയാണ്. അപ്പം ഈ കർമ്മങ്ങളൊക്കെ എന്തിനാണ് വിധിച്ചിരിക്കുന്നത്, പല വിധത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് ദേവനിൽ അല്ലെങ്കിൽ ദേവിയിൽ ഭക്തി ജനിപ്പിക്കാനും ആ ഭക്തി ഉണ്ടാവാനും ആ ഭക്തിയെ വളർത്താനും, തദ്വാര ആ കർമ്മങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്, എന്തിനാണ് എന്നുള്ള ജ്ഞാനം നേടാനും, ആ ആത്മജ്ഞാനം നേടി ലൗകിക ഭൗതിക വിഷയങ്ങളിലുള്ള ആസക്തിയെ നമ്മൾ ത്യജിച്ച് ആ ആസക്തി ഭഗവാനോട് അല്ലെങ്കിൽ ദേവിയോടുണ്ടാകണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ദേവിയിൽ നിന്നും കിട്ടും. അത് നമ്മളെ മുക്തിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാം. ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ധർമ്മം എന്ന് പ്രസിദ്ധമാണ്. ഭാഗവത മഹാപുരാണത്തിലും പറയുന്നുണ്ട്, വേദപ്രണീതോ ധർമ്മ അധർമ്മത്തത് വിപര്യയ എന്നവിടെ പറയുന്നുണ്ട്. വേദം, വേദാടിസ്ഥാനമായിട്ടുള്ള, അതാണ് നമ്മൾ പറയുന്നത് ശ്രുതി സ്മൃതി പുരാണാനാം എന്ന്. വേദാടിസ്ഥാനമായിട്ടുള്ള തരം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് വാസ്തവത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് പല ധർമ്മങ്ങളും പലരും പറഞ്ഞ് നടക്കുന്നുണ്ട്. ആ ധർമ്മമൊന്നും വാസ്തവത്തിലുള്ള ധർമ്മമല്ല എന്ന് മനസ്സിലാക്കണം. സർവജ്ഞയായിട്ടുള്ള സർവശക്തയായിട്ടുള്ള എന്നിൽ നിന്ന് തന്നെയാണ് ഈ വേദം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ശ്രുതി പ്രമാണമാണ്. ആ ശ്രുതിയുടെ അർത്ഥങ്ങളെ തന്നെയാണ് സ്മൃതിയിലും പുരാണങ്ങളിലും വ്യാസാദികൾ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവയെല്ലാം തന്നെ ആ വേദങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രമാണ പത്രങ്ങളാണ്. അത്തരം ശ്രുതി സ്മൃതി പുരാണാനാം എന്ന് പറയുന്ന അവയിൽ പറയുന്നതായിട്ടുള്ള വൈദിക താന്ത്രിക മാർഗങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട്, അതിൽ പറഞ്ഞ ധർമ്മ മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്
കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ കണ്ടുള്ള മറ്റ് പലരും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ധർമാധർമ്മ മാർഗങ്ങളെയൊന്നും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം നമ്മളുടെ അജ്ഞാനത്തിനെ നശിപ്പിച്ച് ആ പരമമായിട്ടുള്ള ജ്ഞാനത്തിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് ആ ജ്ഞാനമാർഗത്തിലൂടെ ആത്മജ്ഞാനമാർഗത്തിലൂടെ പോകുമ്പോഴാണ് വിരക്തിയുണ്ടായി നമുക്ക് ദേവിയിൽ എത്താൻ കഴിയുന്നത്. മോക്ഷം ആഗ്രഹിക്കുന്നവർ അതുകൊണ്ട് എന്തു വേണം? ഇത് ശ്രുതി സ്മൃതി പുരാണാനാം അതിലൊക്കെ പറഞ്ഞതായിട്ടുള്ള ധർമാധർമ്മ മാർഗങ്ങളെ ആണ് അവലംബിക്കേണ്ടത് എന്ന് പറയാണ്. രാജകൽപ്പന എപ്രകാരമാണോ അല്ലാത്തത് അതുപോലെ വേദോക്തികളായിട്ടുള്ളത് എല്ലാം അലംഘ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം നമ്മൾ അനുകരിക്കേണ്ടതാണ്. വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയൊന്നുമല്ല, സ്മൃതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചിലവരുണ്ടാവാം, ഇല്ല എന്നില്ല. അതിനെന്തെങ്കിലുമൊക്കെ പ്രമാണങ്ങളോ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ടാവാം. പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് പറയണത്. സർവശക്തിയായിട്ടുള്ള എൻ്റെ കൽപ്പനകളാണ് ഈ ശ്രുതികളെ വേദം എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയും? കാരണം എൻ്റെ മുഖത്തിൽ നിന്നും ഞാൻ പറഞ്ഞതാണ് വേദം എന്നുണ്ടെങ്കിൽ ആ വേദത്തിനെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. മറ്റാർക്കും തന്നെ അതെൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും ഞാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച നിഗൂഢ തത്വങ്ങളാണ് ഈ ശ്രുതി സ്മൃതി പുരാണങ്ങളിലൊക്കെ പറയുന്നത്. എപ്പോഴെല്ലാമാണോ ഈ ധർമ്മത്തിന് ഗ്ലാനി ക്ഷതി സംഭവിക്കുന്നത്, അധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്നത്, അപ്പോൾ ഞാൻ ശരീരം സ്വീകരിക്കണു. ആരാണോ അധർമ്മികളായിട്ടിരിക്കുന്നത് അവരെ ശിക്ഷിക്കണു. അവർക്ക് വേണ്ടി വീണ്ടും അവർ അധർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നരകവും ആ നരകത്തിലെ യാതനകളും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. വേദധർമ്മത്തെ വെടിഞ്ഞാരാണോ അന്യധർമ്മത്തെ സ്വീകരിക്കുന്നത്, ആ അധർമ്മിയായിട്ട് ആരും കൂട്ടുകൂടരുത്, അവരുമായിട്ട് സംഘങ്ങൾ ചേരരുത്. ശ്രുതി സ്മൃതി വിരുദ്ധങ്ങളായതിനാൽ താമസങ്ങളാണ്. വാമം, കാപിലകം, കൗളകം, ഭൈരവാഗമം മുതലായിട്ട് മോഹിപ്പിക്കാനായിട്ട് ശിവൻ നിർമ്മിച്ചതാണ്. ഇവയൊക്കെ മറ്റൊരു കാരണങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയതല്ല. ദക്ഷശാന്റെ ശാപവും മൃഗശാപവും ദദീജി ശാപം മുതലായവ കൊണ്ട് നേറി വേദമാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി തീർന്നവരെ ഉദ്ധരിക്കാൻ വേണ്ടി സോപാനക്രമത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇവയെല്ലാം. ശൈവങ്ങളും വൈഷ്ണവങ്ങളും സൗരങ്ങളും അതുപോലെ ശാക്തങ്ങളും ഗാണപത്യങ്ങളുമായിട്ടുള്ള